അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ നാലാമത്തെ ചാപ്റ്ററിൽ ഇനി HTML ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. HTML ടാഗുകളെ കുറിച്ചാണ് നമ്മളിനി ആ ചാപ്റ്ററിനകത്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നോക്കുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള HTML ടാഗുകളെ കുറിച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് HTML ടാഗുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എസെൻഷ്യൽ HTML ടാഗ്സ് എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത്. അല്ല, ആദ്യത്തെ ഒരു ടാഗാണ് HTML എന്ന് പറയുന്ന ടാഗ്. ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ HTML എന്ന് പറയുന്ന ടാഗിലാണ്. ദ എൻറ്റയർ HTML ഡോക്യുമെൻറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ പെയർ ഓഫ് HTML ആൻഡ് HTML ക്ലോസ് ടാഗ്സ്. അപ്പം ഈ ഒരു HTML പേജ് നമ്മൾ കാണുന്ന ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം ഏത് ടാഗിലായിരിക്കും? HTML എന്ന് പറയുന്നതിൻ്റെ ഓപ്പണിംഗ് ടാഗിലും HTMLൻ്റെ ക്ലോസിംഗ് ടാഗിലുമായിരിക്കും ഇത് അവസാനിക്കുന്നത്. ദ HTML ടാഗ് ഐഡൻറ്റിഫൈസ് ദ ഡോക്യുമെൻറ്റ് ആസ് ആൻ HTML ഡോക്യുമെൻറ്റ്. നമ്മൾ എഴുതുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ HTML ടാഗ് കാണുമ്പോഴാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതൊരു HTML ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത്. ഇൻ ജനറൽ HTML ഈസ് ആൾവേസ് ദ ഫസ്റ്റ് ടാഗ് ഇൻ ആൻ HTML പേജ് ആൻഡ് HTMLൻ്റെ ക്ലോസിംഗ് ടാഗ് ഈസ് ദ ലാസ്റ്റ് ടാഗ്. എവറിത്തിങ് എൽസ് ഇൻ ദ വെബ് പേജ് ഈസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ടാഗ്സ്. അപ്പോൾ ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ നമ്മൾ ഏത് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരുന്നാലും ആ HTML പേജിൻ്റെ തുടക്കം HTML എന്ന് പറയുന്ന ടാഗിലും അതിൻ്റെ അവസാനം HTML എന്ന് പറയുന്നതിൻ്റെ ക്ലോസിംഗ് ടാഗിലും ആയിരിക്കും. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഈ പേജിലുണ്ട് എങ്കിലും അവയൊക്കെ ഈ രണ്ട് ടാഗുകൾക്ക് ഇടയിലായിരിക്കും. അപ്പോൾ തുടക്കം HTML എന്ന് പറയുന്നതിൻ്റെ ഓപ്പണിംഗ് ടാഗിലും അവസാനം HTML എന്ന് പറയുന്നതിൻ്റെ ക്ലോസിംഗ് ടാഗിലുമായിരിക്കും. ബാക്കി എന്ത് കണ്ടന്റ് ഉണ്ടെങ്കിലും അവയെല്ലാം ഇതിന് രണ്ടിനും ഇടയിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടാഗുകളുടെ കൂടെ അവയുടെ ചില പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രത്യേക വേർഡുകൾ ഉപയോഗിക്കും. അതിനെ നമ്മൾ എന്തെന്നാ വിളിച്ചാൽ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ HTML എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ആട്രിബ്യൂട്ടുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ആട്രിബ്യൂട്ട് dir എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും രണ്ട് ലാംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും LANG. ഈ രണ്ട് ആട്രിബ്യൂട്ടുകളാണ് ഏതിൻ്റെ കൂടെ വരുന്നത്? HTML എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ അവയുടെ അഡീഷണൽ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള HTML എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ രണ്ട് ആട്രിബ്യൂട്ടുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് dirഉം രണ്ട് LANG എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും. അല്ല, ആദ്യത്തെ ആട്രിബ്യൂട്ട് dir എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. The dir attribute of HTML tag specifies the direction of the text to be displayed in the web page. നമ്മുടെ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ dir എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആകാം, റൈറ്റ് ടു ലെഫ്റ്റും ആകാം. അതായത് LTR ആകാം, ലെഫ്റ്റ് ടു റൈറ്റ്. അതേപോലെ RTL ആകാം, റൈറ്റ് ടു ലെഫ്റ്റ്. ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ വാല്യൂ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ എഴുതുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ. എന്നാൽ ചില സ്പെഷ്യലായിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇടത്തു നിന്ന് നമ്മൾ എങ്ങോട്ടാണ് എഴുതുന്നത്? വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് എഴുതും അല്ലേ. അറബിക്കൊക്കെ പോലുള്ള ലാംഗ്വേജ് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് എഴുതുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ അത്തരത്തിലുള്ള വെബ് പേജുകളാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് എങ്കിൽ നമ്മൾ ഈ ഡയറക്ഷൻ എന്താക്കും? എന്തെന്ന് പറഞ്ഞു കൊടുക്കും? റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ബൈ ഡിഫോൾട്ടായിട്ട് ഇത് വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പം നമുക്കതിനെ റൈറ്റ് ടു ലെഫ്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ HTML ടാഗ് എഴുതുന്ന സമയത്ത് അവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. HTML ഒരു സ്പേസ് dir ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് RTL അതിൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അത് റൈറ്റ് ടു ലെഫ്റ്റായി മാറും അതിൻ്റെ ഡയറക്ഷൻ. പിന്നീട് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റുകൾ എങ്ങനെ വരും? അതിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഡിഫോൾട്ടായിട്ട് വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതിനെ നമ്മൾ മാറ്റി റൈറ്റ് ടു ലെഫ്റ്റ് ആക്കി കൊടുത്താൽ അതിൻ്റെ കണ്ടന്റ് എങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് dir എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അടുത്ത ഒരു ആട്രിബ്യൂട്ടാണ് LANG എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്.
ഈ LANG എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ് സ്പെസിഫൈസ് ദ ലാംഗ്വേജ് വി ഹാവ് ജനറലി യൂസ്ഡ് വിത്തിൻ ദ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം EN എന്ന് പറയുന്ന വാല്യൂ ഇംഗ്ലീഷ് ലാംഗ്വേജിന് സ്പെസിഫൈ ചെയ്യും, IT എന്ന് പറയുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജിന് സ്പെസിഫൈ ചെയ്യും, AR എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജിനെ സ്പെസിഫൈ ചെയ്ത് കാണിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മൾ ഡിഫോൾട്ടായിട്ട് ഇത് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്, നമ്മളൊന്നും കൊടുത്തില്ല എങ്കിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക ലാംഗ്വേജ് മാറ്റാം ഇതിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന്? ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കേണ്ടത് അറബിക്കാണ് എന്ന് വെച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? HTML എഴുതും, എന്നിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് LANG ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്തിട്ട് AR എന്ന് കൊടുക്കും. അപ്പോൾ എന്താവും? അറബിക് ലാംഗ്വേജ് ആവും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന HTML ഡോക്യുമെൻറ്റിൻ്റെ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് LANG എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ HTML ടാഗുകൾക്ക് 2 ആട്രിബ്യൂട്ടുകളാണ് വരുന്നത്. DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും LANG എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും. അടുത്ത ഒരു ടാഗാണ് ഹെഡ് എന്ന് പറയുന്ന ടാഗ്. അതിന് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഹെഡ് എന്ന് പറയുന്ന ടാഗ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹെഡ് ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻ്റ് ഹെഡ് പാർട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹെഡ് ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ് വിച്ച് ഹോൾഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെൻറ്റ് സച്ച് ആസ് ടൈറ്റിൽ, സ്ക്രിപ്റ്റ്, സ്റ്റൈല് തുടങ്ങിയവയൊക്കെ. അതിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കണം, സ്ക്രിപ്റ്റ് യൂസ്ഡ് എന്താണ്, സ്റ്റൈൽ ഡെഫിനിഷൻ, ഇതൊക്കെ പറയുന്നത് ഈ ഹെഡ് എന്ന് പറയുന്ന സെക്ഷനകത്താണ്. അപ്പം ഹെഡിൻ്റെ ഓപ്പണിംഗ് ടാഗും ഉണ്ടാകും, ക്ലോസിംഗ് ടാഗും ഉണ്ടാകും. ഇതാണ് ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉപയോഗം, ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ അടുത്ത ഒരു ടാഗാണ് ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് ടാഗും ഉണ്ടാകും, ക്ലോസിംഗ് ടാഗും ഉണ്ടാകും. വിച്ച് വിൽ അപ്പിയർ ഇൻ ദ വെബ് ബ്രൗസേഴ്സ് ടൈറ്റിൽ ബാർ. അതിനകത്ത് കൊടുക്കുന്ന കണ്ടൻ്റാണ് എവിടെ വരുന്നത്? ടൈറ്റിൽ ബാറിനകത്ത് വരുന്നത്. അതായത് നമ്മൾ വെബ് ബ്രൗസർ കാണുമ്പോൾ ആ വെബ് ബ്രൗസറിൻ്റെ ഏറ്റവും മുകളിലുള്ള ബാറില്ലേ, അതാണ് ടൈറ്റിൽ ബാർ. ആ ടൈറ്റിൽ ബാറിൽ വരേണ്ട കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെയാണ്? ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗിനകത്താണ്. ദ സെർച്ച് എഞ്ചിൻ യൂസസ് ദ ടൈറ്റിൽ ടു ഐഡൻറ്റിഫൈ ദ പേജ്. അപ്പോൾ ഈ പേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സെർച്ച് എഞ്ചിൻ ഈ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ദ ടാഗ് പെയർ ടൈറ്റിലിൻ്റെ ഓപ്പണിംഗ് ടാഗും ടൈറ്റിലിൻ്റെ ക്ലോസിംഗ് ടാഗും. അപ്പോൾ അത് ഹെഡ് എന്ന് പറയുന്ന പെയറിനകത്താണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന പെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് എന്താണോ അത് ടൈറ്റിലിൻ്റെ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയിൽ ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് എവിടെയാണ് വയ്ക്കുന്നത്? അപ്പോൾ ആദ്യം ഹെഡ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് ടൈറ്റിൽ ഓപ്പൺ ചെയ്യും, എന്നിട്ട് നമുക്ക് വേണ്ട ടൈറ്റിൽ എഴുതും, ടൈറ്റിൽ ക്ലോസ് ചെയ്യും, ഹെഡ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് അത് എഴുതുന്നത്. അടുത്ത ഒരു ടാഗാണ് ബോഡി എന്ന് പറയുന്ന ടാഗ്. ഒരു HTML-ൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് എന്ത്? ബോഡി എന്ന് പറയുന്ന ടാഗ്. ദ ബോഡി ടാഗ് പെയർ ബോഡി അതിൻ്റെ ഓപ്പണിംഗ് ടാഗും അതിൻ്റെ ക്ലോസിംഗ് ടാഗും സ്പെസിഫൈസ് ദ ഡോക്യുമെൻറ്റ് ബോഡി സെക്ഷൻ. ഈ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ബോഡി എന്ന് പറയുന്ന ടാഗാണ്. ദിസ് സെക്ഷൻ കണ്ടെയ്ൻസ് ദ കണ്ടൻറ്റ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ ബ്രൗസർ വിൻഡോ. നമ്മുടെ ബ്രൗസർ വിൻഡോയിലകത്ത് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ബോഡി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രൗസർ വിൻഡോയ്ക്കകത്ത് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് ഈ ബോഡി എന്ന് പറയുന്ന ടാഗുകൾക്കകത്താണ്. ബോഡി എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗിനും അതിൻ്റെ ക്ലോസിംഗ് ടാഗിനും ഇടയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഹെൻസ് ഓൾ അതർ ടാഗ്സ് വിച്ച് ഡിഫൈൻസ് ദ ഡോക്യുമെൻറ്റ് കണ്ടൻറ്റ് ആർ ഗീവൺ ഇൻ ദ ബോഡി സെക്ഷൻ. അപ്പോൾ ഇനി ധാരാളം ടാഗുകൾ ഉണ്ടാവും നമ്മുടെ HTML-ൻ്റെ ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധാരാളം തരത്തിലുള്ള ടാഗുകൾ ഉണ്ടാവും. ആ ടാഗുകളൊക്കെ ഏതിനകത്തായിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്? ഈ ബോഡി എന്ന് പറയുന്ന ടാഗിനകത്തായിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ ബോഡി എന്ന് പറയുന്ന ടാഗ് നമ്മുടെ ആക്ച്വൽ HTML ഡോക്യുമെൻറ്റിനെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ആ HTML ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് സ്പെസിഫൈ ചെയ്യുന്ന ബാക്കി ഇഷ്ടം പോലെ ടാഗുകളുണ്ടാവും. ആ ടാഗുകളെല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് ഏതിനകത്തായിരിക്കും? ഈ ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലായിരിക്കും.
അപ്പോൾ നമുക്ക് ഈ ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ പല ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ദിസ് ആട്രിബ്യൂട്ട് സെറ്റ്സ് ആൻ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ ഡോക്യുമെൻ്റ് ബോഡി. അപ്പം നമ്മൾ ഒരു വെബ് പേജ് കാണുമ്പോൾ ആ വെബ് പേജിനകത്ത് ചില ബാക്ക്ഗ്രൗണ്ടുകളിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ പേജ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ആ പിക്ചറിൻ്റെ URL, അതായത് പിക്ചറിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയണം ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു sky.jpg. അപ്പം നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡറിനകത്ത് പോയി നോക്കിയിട്ട് sky.jpg എന്ന് പറയുന്ന പിക്ചർ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ HTML ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ്. നമ്മുടെ HTML ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിനകത്ത് കൊടുക്കുന്ന നമ്മളെന്താ? ആ പിക്ചർ, ഏത് പിക്ചറാണോ എടുത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നത് ആ പിക്ചറിൻ്റെ URL, ദാറ്റ് മീൻസ് ദ ലൊക്കേഷൻ ഓഫ് ദ പിക്ചർ, അത് കൊടുത്താൽ ആ പിക്ചർ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ HTML ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അടുത്ത ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇമേജ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, പകരം ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ആക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ് ബോഡി ഒരു സ്പേസ് BG കളർ ഈസ് ഈക്വൽ ടു ഗ്രേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രേയിലോട്ട് മാറ്റും. ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് തരത്തിനകത്ത് ഈ വാല്യൂ സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഒന്നാമത്തത് ബൈ സ്പെസിഫൈയിങ് ദ കളർ നെയിം ഇറ്റ് സെൽഫ്. നമുക്ക് കളർ നെയിം ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ BG കളർ ഈസ് ഈക്വൽ ടു റെഡ്, അല്ലെങ്കിൽ BG കളർ ഈസ് ഈക്വൽ ടു ഗ്രീൻ, BG കളർ ഈസ് ഈക്വൽ ടു ബ്ലൂ, അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇനി രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം ഈ ആദ്യത്തെ ഒരു മെത്തേഡിനകത്ത് നമുക്ക് കളറിൻ്റെ പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് കളറുകൾ മാത്രമേ നമുക്ക് അങ്ങനെ പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ധാരാളം കളർ കോമ്പിനേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ കളർ കോമ്പിനേഷൻസ് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കും. അത് കളറിൻ്റെ വാല്യൂ ഒരു ഹെക്സാഡെസിമൽ കോഡ്, ഒരു ഹാഷ് സിമ്പൽ വെച്ച് ഒരു ഹെക്സാഡെസിമൽ കോഡും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ പറയും. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ #FF6080 അതൊരു കളർ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കളറിൻ്റെ ഇപ്പം ഗ്രീൻ കളറിനെ സ്പെസിഫൈ ചെയ്യുന്ന കോഡ് ഏതാണ് നമ്മൾ നോക്കിയിട്ട് ആ കോഡ് കൊടുക്കും. അപ്പോൾ ഗ്രീൻ വരുമല്ലോ. നമുക്ക് ഇത്തിക്കൂടെ ഗ്രീൻ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ അവസാനത്തെ ഡിജിറ്റുകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നാൽ ആ ഗ്രീൻ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് മാക്സിമം കളർ കോമ്പിനേഷൻസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. ഒരു ഹാഷ് സിമ്പലും 6 ഡിജിറ്റുള്ള ഒരു ഹെക്സാഡെസിമൽ കോഡും ഉപയോഗിച്ചുകൊണ്ട് കളർ സ്പെസിഫൈ ചെയ്യുന്നതും രീതിയുമുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് BG കളറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡിയുടെ കൂടെ വരുന്ന അടുത്ത ഒരു ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ടെക്സ്റ്റ് കണ്ടെയ്ൻ ഇൻ ദ പേജ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ പറയുന്നതിനോടൊപ്പം തന്നെ അതിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാൻ പറ്റും. ബൈ ഡിഫോൾട്ടായിട്ട് ഇത് ബ്ലാക്ക് ആയിരിക്കും. നമുക്ക് അതിൻ്റെ കളർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മാറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് യെല്ലോ കളറിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ബോഡി ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു യെല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ കോഡ് സിസ്റ്റത്തിൽ ഇവിടെ വേണമെങ്കിലും കളർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ ഇതിൽ പ്രിൻ്റ് ചെയ്യണം. എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എഴുതും ബോഡി BG കളർ ഈസ് ഈക്വൽ ടു ബ്ലൂ, ഒരു സ്പേസ് കൊടുത്തിട്ട് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു യെല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ബാക്ക്ഗ്രൗണ്ട് കളർ നീലയാവും, ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളറ് യെല്ലോയും ആവും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ടെക്സ്റ്റ്
കണ്ടന്റ് ഇൻ ദ പേജ്. നമ്മുടെ പേജിനകത്തുള്ള ടെക്സ്റ്റ് കണ്ടന്റിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ടെക്സ്റ്റ്. ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന അടുത്തൊരു ആട്രിബ്യൂട്ടാണ് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെബ് പേജുകളിലൊക്കെ പോയി നോക്കുമ്പോഴത്തേക്കാണ് ചില ടെക്സ്റ്റുകളിലോ ഇമേജുകളിലോ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു പേജിലേക്ക് പോകുന്നുണ്ടെന്ന് അല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഹൈപ്പർ ലിങ്കുകൾ എന്നാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പർ ലിങ്കുകൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ഹൈപ്പർ ലിങ്ക്സ് ദാറ്റ് ആർ നോട്ട് വിസിറ്റഡ് ബൈ ദ വ്യൂവർ. ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ടെങ്കിൽ ആ അവിടെ ഒരു ലിങ്ക് ഉണ്ട് എന്ന് നമ്മളെ കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആ ലിങ്ക് ഉള്ള പാർട്ടിൻ്റെ കളർ മാത്രം നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ബൈ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ വാല്യൂ ബ്ലൂ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ കളറുകൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്തോട്ട് പോകും. അത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കളർ മാറിയിരിക്കും. അതിൻ്റെ മുകളിലോട്ട് മൗസ് പോയിൻ്റർ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സിമ്പലും കാണിക്കും ഇല്ലേ, ചൂണ്ടി നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇവിടെ ഇത് അതിൻ്റെ കളർ, ആ ലിങ്ക് പാർട്ടിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ബൈ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ കളർ എന്തായിരിക്കും, ബ്ലൂ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റി കൊടുക്കാം. അടുത്ത ഒരു ആട്രിബ്യൂട്ടാണ് എ ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ലിങ്കിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എ ലിങ്ക് എന്ന് പറയുന്നത്. ദ ലിങ്ക് റിമൈൻസ് ആക്റ്റീവ് ഓൺലി ഫോർ ദ മൊമെൻറ്റ് ദ മൗസ് ഈസ് ക്ലിക്ക്ഡ് ഓൺ ഇറ്റ്. ആ മൗസ് കൊണ്ട് നമ്മൾ ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അത് എന്താവും, ആക്റ്റീവ് ആവും. ആ സമയത്ത് അതിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മളെന്ത് എ ലിങ്ക് എന്ന് പറയുന്നത്. ഡിഫോൾട്ടായിട്ട് ഇത് ഗ്രീൻ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ മൗസ് പോയിൻ്റർ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ അത് ആക്റ്റീവ് ആവും. ആ ആക്റ്റീവ് ലിങ്കിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു ആട്രിബ്യൂട്ടാണ് വി ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഹൈപ്പർ ലിങ്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളർ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വി ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് വിസിറ്റഡ് ലിങ്ക്. നമ്മൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പിന്നെ ഇങ്ങനെ ഈ കളറിലായിരിക്കും കാണിക്കുന്നത്. അതാണ് വിസിറ്റഡ് ലിങ്ക് എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് ദ വിസിറ്റഡ് ലിങ്ക് കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അപ്പോൾ എന്താ വി ലിങ്ക് എന്ന് ചോദിച്ചാൽ വിസിറ്റഡ് ലിങ്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഓൾറെഡി ഒരു തവണയെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടിനെയാണ് വി ലിങ്ക് എന്ന് പറയുന്നത്. ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന അടുത്ത രണ്ട് ആട്രിബ്യൂട്ടുകളാണ് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും. അപ്പോൾ എന്താ ഈ മാർജിൻ എന്ന് പറയുന്നത്? നമ്മുടെ ഈ പേജിൻ്റെ ഓരോ പോർഷനിൽ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടുന്ന പാർട്ടിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ദ മാർജിൻ റെഫേഴ്സ് ടു ദ ബ്ലാങ്ക് ഏരിയ ലെഫ്റ്റ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ പേജ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വെച്ചോ, അത് നമ്മൾ ലെഫ്റ്റ് മാർജിൻ എന്ന് പറയും. അതേപോലെ ടോപ്പിൽ നിന്ന് വിട്ടിട്ട് ഡിസ്പ്ലേ ചെയ്യാണ്, അത് നമ്മൾ ടോപ്പ് മാർജിൻ എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പിക്സൽ വാല്യൂവിലാണ്, എത്ര പിക്സൽ താഴോട്ട് വരണം എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോഡി ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു 60, ടോപ്പ് മാർജിൻ ഈസ് ഈക്വൽ ടു 70. അപ്പോൾ എന്ത് ചെയ്യും, എവിടെ ആയിരിക്കും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്? അത് 60 പിക്സൽ ലെഫ്റ്റ് എഡ്ജിൽ നിന്നും ഇൻഡൻ്റ് ചെയ്യും, അതേപോലെ 70 പിക്സൽ ടോപ്പ് എഡ്ജിൽ നിന്നും ഇൻഡൻ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു പേജിൻ്റെ ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകളാണ് ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ എന്നത്. അത് രണ്ടും പിക്സൽ വാല്യൂവിലായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ടുകളാണ് ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള HTML ടാഗുകൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ്, ബോഡി ടാഗ്. ഇനി അടുത്ത കണ്ടൻറ്റുകൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത്